നെക്സ്റ്റ് നമ്മൾ തിയറി ഇൻ റിസർച്ച് ആണ്. റോൾ ഓഫ് തിയറി ഇൻ റിസർച്ച്. ഇത് ഞാൻ ഒരു പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്, പക്ഷേ ഒരു വട്ടം കൂടി കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ വാട്ട് ഇസ് തിയറി എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആൻസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തിയറി എന്ന് പറയുന്നത്, അതിൻ്റെ മോസ്റ്റ് കോമൺ മീനിങ് ഓഫ് തിയറി ഈസ് ദാറ്റ് it is an explanation of observed regularity. നമ്മൾ നിരന്തരം കാണുന്ന, തുടർച്ചയായി കാണാൻ പറ്റുന്ന ഒരു നിരീക്ഷണത്തിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനെയാണ് നമ്മൾ തിയറി എന്ന് പറയുക. അപ്പോൾ ഇറ്റ് ഈസ് സംതിങ്, നമ്മൾ ഇഫ് യു വോണ്ട് ടു കോൾ സംതിങ് എ തിയറി, ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ ദ ലോജിക് ഓഫ് പെർമനൻസ്. ഒറ്റൊരു ദിവസം ഒരു കാര്യം സംഭവിച്ചു, അതിന്നൊരു തിയറി ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇപ്പോൾ ഒരു ലോജിക് ഉണ്ടായിരിക്കണം, ഒരു സെറ്റ് ഓഫ് സീക്വൻസ് ഉണ്ടായിരിക്കണം, പെർമനൻസി നേച്ചർ ഉണ്ടായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഒബ്സർവ്ഡ് ആയിരിക്കണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ. അപ്പം അത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ തിയറി എന്ന് പറയാം. സോ വാട്ട് ഈസ് തിയറി എന്നതിന് റിസർച്ചിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് എന്താ തിയറി എന്ന് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇനി അടുത്തത് തിയറി ആൻഡ് പ്രാക്ടീസ്. ആക്ച്വലി തിയറി ആൻഡ് പ്രാക്ടീസ് ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്, തമ്മിൽ ബന്ധമുണ്ട്. തിയറി ഗിവ്സ് ക്വാളിറ്റി ആൻഡ് ഇഫക്റ്റീവ്നെസ് ടു പ്രാക്ടീസ്. പ്രാക്ടീസിനൊരു പൂർണ്ണത, അതിനൊരു ഇഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അതൊരു കാര്യക്ഷമത ഒക്കെ കൊടുക്കുന്നത് ആക്ച്വലി തിയറിയാണ്. അപ്പോൾ പ്രാക്ടീസ് ഇൻ ടേൺ മേ എൻലാർജ് ഓർ കറക്റ്റ് ഓർ കൺഫേം ഓർ ഈവൻ റിജക്റ്റ് എ തിയറി. പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള തിയറീനെ, അതിൻ്റെ സ്കോപ്പിനെ വളർത്തും, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ തിയറി പറഞ്ഞത് ശരിയാണെന്ന് കൺഫേം ചെയ്യും. ഈവൻ ചിലപ്പോൾ പ്രാക്ടീസിൽ തിയറീനെ റിജക്റ്റ് ചെയ്തു എന്ന് വരാം. അപ്പോൾ ഫണ്ടമെൻ്റലി തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് മൊബിലൈസിങ് ഐഡിയാസ്, ആർഗ്യുമെൻറ്റ്സ് ആൻഡ് എക്സ്പ്ലനേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ട്രൈ ടു മേക്ക് സെൻസ് ഓഫ് പ്രാക്ടീസ്. പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് സെൻസ് ഉണ്ടാകാൻ പറ്റുന്ന തരത്തിൽ ഐഡിയാസിനെയും ആർഗ്യുമെൻസിനെയും എക്സ്പ്ലനേഷനെയും മൊബിലൈസ് ചെയ്യുകയാണ് ആക്ച്വലി തിയറി ചെയ്യുന്നത്. പ്രാക്ടീസിന് സെൻസ് ഉണ്ടാകുക എന്ന് മാത്രമല്ല, പ്രാക്ടീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും. നമുക്കറിയാം, പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന കാര്യത്തിൻ്റെ പിന്നിലെല്ലാം ഒരു തിയറി ഉണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു വർക്കർ, അയാൾക്കൊരു നേരത്തെ പോകണം എന്നൊരു മാനേജറിനോട് ചോദിക്കുകയാണ്. മാനേജർ പറയണം ആ പോയിക്കോളൂ എന്ന് പറയാണ്. അപ്പോൾ ഇയാൾ ഓക്കെ. അപ്പം അതിൻ്റെ പിന്നിലുള്ള തിയറി എന്ന് പറയുന്നത് എന്താണ്? സൈക്കോളജിയാണ്. കാരണം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ വേണമെങ്കിലും പറയാം. ഒരാൾക്ക് അയാളുടെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാനും അയാളുടെ പേഴ്സണൽ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനും കൂടി ഒരു മാനേജർ ശ്രമിച്ചാൽ അയാൾ ഭാവിയിൽ ഈ കമ്പനിക്കോട് ലോയൽ ആയിരിക്കും എന്നുള്ളൊരു തിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മാനേജർ ഇത് ചെയ്യണത്. ഈ തിയറി പഠിച്ചതിൻ്റെ ഓർമ്മയിൽ നിന്നാവണേ മാനേജർ ഇത് ചെയ്യണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും അതിലെന്തുണ്ട്? ആ ഒരു തിയറി ഉണ്ട്. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ്. തിയറിയും പ്രാക്ടീസും ബോത്ത് സൈഡ് ഓഫ് എ കോയിനാണ്, ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. തിയറീനെ കുറിച്ച് അറിഞ്ഞിട്ടായാലും അറിയാണ്ടായാലും വാട്ട് എവർ യു പ്രാക്ടീസ് ഇസ് ആക്ച്വലി ബേസ്ഡ് ഓൺ തിയറി. അപ്പോൾ അതാണ് തിയറി ആൻഡ് പ്രാക്ടീസ്. നെക്സ്റ്റ്, തിയറി ആൻഡ് റിസർച്ച് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ്. ഇത് ആക്ച്വലി ഡിപ്പെൻഡൻ്റ് ഓൺ ഈച്ച് അതറാണ്. നമ്മൾ തിയറി പ്രാക്ടീസിനെക്കാട്ടിലും കൂടുതൽ റിസർച്ച് ആൻഡ് തിയറി മ്യൂച്വൽ കോൺട്രിബ്യൂഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് മ്യൂച്വൽ കൊടുക്കുന്ന രണ്ട് ഏരിയാസാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിയറിക്ക് എന്തൊക്കെ റിസർച്ചിലേക്കും റിസർച്ചിന് എന്തൊക്കെ തിയറിയിലേക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തിയറി ക്യാൻ പോയിന്റ് ടു സർട്ടൺ ഏരിയാസ് ഇൻ വിച്ച് റിസർച്ച് ഇസ് ലൈക്ലി ടു ബി ഫ്രൂട്ട്ഫുൾ. അത്യാവശ്യം തിയററ്റിക്കലി ഡെവലപ്പ് ആകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ, അവിടെ കൂടുതൽ റിസർച്ചിനും കൂടുതൽ തിയറി ഡെവലപ്മെൻറ്റിനും സ്കോപ്പ് ഉണ്ട് എന്ന് നിലവിലുള്ള തിയറീസിന് പറഞ്ഞു തരാൻ പറ്റും. ദെൻ ക്യാൻ സമ്മറൈസ് ദ ഫൈൻഡിങ്സ് ഓഫ് എ നമ്പർ ഓഫ് സ്പെസിഫിക് സ്റ്റഡി. ഒത്തിരി സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡീസിൻ്റെ ഫൈൻഡിങ്സിനെ സമ്മറൈസ് ചെയ്തിട്ടാണ് ആക്ച്വലി തിയറീസ് ഉണ്ടാവുന്നത്.
ക്യാൻ പ്രൊവൈഡ് എ ബേസിസ് ഫോർ എക്സ്പ്ലനേഷൻ ആൻഡ് പ്രഡിക്ഷൻ. അങ്ങനെ പലരുടെയും പല സ്റ്റഡീസിൻ്റെയും ഫൈൻഡിങ്സ് സമ്മറൈസ് ചെയ്യുന്നത് വഴി ഒരു എക്സ്പ്ലനേഷൻ ആൻഡ് പ്രഡിക്ഷനുള്ള സ്കോപ്പ് തിയറി വഴി ലഭിക്കുകയാണ്. സോ അതാണ് തിയറിക്ക് റിസർച്ചിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓൺ അതർ ഹാൻഡ്, റിസർച്ച് ഫൈൻഡിങ്സ് ക്യാൻ ടെസ്റ്റ് തിയറീസ് വിച്ച് ഹാവ് ബീൻ വർക്ക്ഡ് ഔട്ട്. ഓൾറെഡി നിലവിലുള്ള തിയറീസിനെ ടെസ്റ്റ് ചെയ്യാൻ റിസർച്ച് ഫൈൻഡിങ്സിന് സാധിക്കും. ക്യാൻ ക്ലാരിഫൈ തിയററ്റിക്കൽ കോൺസെപ്റ്റ്. നിലവിലുള്ള തിയററ്റിക്കൽ കോൺസെപ്റ്റിനെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ക്യാൻ സജസ്റ്റ് ന്യൂ തിയററ്റിക്കൽ ഫോർമുലേഷൻ. പുതിയ തിയറീസ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. എക്സ്റ്റെൻഡ് ഓൾഡ് വൺസ്. പഴയ തിയറീസ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇങ്ങനെ മോറോവർ ഇതൊരു റെസിപ്രോക്കൽ കോൺട്രിബ്യൂഷനാണ് ആൻഡ് ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. റിസർച്ച് തിയററ്റിക്കൽ കൺസിഡറേഷൻസ് ആണ് റിസർച്ചിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിസിൽ പുതിയ ഇഷ്യൂസ് വരും, ന്യൂ തിയററ്റിക്കൽ ഇഷ്യൂസ് വരുന്നു. ദാറ്റ് ഇൻ ടേൺ ഈസ് എഗെയിൻ സോൾവ്ഡ് ബൈ റിസർച്ച്. അങ്ങനെ തിയറി ആൻഡ് റിസർച്ച് എന്നുള്ളത് ഒന്നിൻ്റെ പുറകെ ഒന്ന് എന്നുള്ള നിലയിൽ അത്രയും മ്യൂച്വലി കോൺട്രിബ്യൂട്ട് ചെയ്ത് പോകും. ഇനി നെക്സ്റ്റ് നമ്മൾ സ്ട്രക്ചർ ഓഫ് റിസർച്ച് ആണ് നോക്കാൻ പോണത്. അത് നമുക്കറിയാം, ഓൾമോസ്റ്റ് എല്ലാ റിസർച്ചും പോകുന്നത് ഏകദേശം ഒരേ പാറ്റേണിൽ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു പാറ്റേണിൽ പോകുന്നതായതുകൊണ്ട് ഏറെക്കുറെ റിസർച്ചിന് നമുക്കൊരു കോമൺ സ്ട്രക്ചർ കൊടുക്കാനായിട്ട് പറ്റും. സോ ഈ സ്ട്രക്ചറിനെ നമ്മൾ വില്യം എം കെ ട്രോക്കിം എന്നുള്ളൊരു അക്കഡമീഷ്യൻ ഇതിനൊരു സ്ട്രക്ചർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊരു ജനറൽ സ്ട്രക്ചർ ഫോർ റിസർച്ച്. അവർ ഗ്ലാസ് നോഷൻ ഓഫ് റിസർച്ച് എന്ന് പറയും. HOU. ഈ അവർ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഫണൽ പോലെ രണ്ടറ്റത്ത് ഫണൽ, നടക്കൊരു ചെറിയ, നമ്മൾ ഈ മണ്ണൊക്കെ ഇട്ടിട്ട് കളറാക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് നോക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനാണ് ഈ അവർ ഗ്ലാസ് എന്ന് പറയുന്നത്. ഈ ഡയഗ്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിനാണ് ഈ അവർ ഗ്ലാസ്. അപ്പം അവർ ഗ്ലാസ് റിസർച്ചിൻ്റെ സ്ട്രക്ചർ ഓഫ് റിസർച്ച് എന്താണെന്ന് നോക്കാം. സോ അത് തുടങ്ങുന്നത് റിസർച്ച് ഓൾവേസ് ബിഗിൻസ് വിത്ത് എ ബ്രോഡ് ക്വസ്റ്റ്യൻ. ഒരു വലിയൊരു ക്വസ്റ്റ്യനിൽ നിന്നാണ് റിസർച്ച് തുടങ്ങുന്നത്. അതൊരു ബ്രോഡ് ക്വസ്റ്റ്യനിൽ നിന്നാണ്. അതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ റിസർച്ചറുടെ ആയിരിക്കാം, അല്ലെങ്കിൽ റിസർച്ചർക്ക് അനുഭവിച്ചിട്ട് നമുക്ക് ജെനുവിൻലി തോന്നിയൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറേ റിവ്യൂസൊക്കെ വായിച്ച് നമുക്കൊരു HR വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ ലേണിംഗ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറേ ആർട്ടിക്കിൾസ് വായിച്ച് നമുക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ബി, അത് വളരെ ബ്രോഡായിരിക്കും. പിന്നെ അത് നമ്മൾ നാരോ ഡൗൺ ചെയ്ത് ഫോക്കസ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ആക്ച്വലി റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. നമ്മൾ വീണ്ടും നമ്മളുടെ റിവ്യൂസിനെ വൈഡായിട്ട് കുറേ വായിച്ചതിന് പകരം നമ്മൾ നാരോ ചെയ്ത് നമ്മളുടെ വായനയും അങ്ങനെ നാരോ ചെയ്യും. ആ സ്പെസിഫിക് ആയിട്ടുള്ള ആർട്ടിക്കിൾ, സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്ക്, സ്പെസിഫിക് ആയിട്ടുള്ള വേരിയബിൾ, അങ്ങനെ നാരോ ഡൗൺ ചെയ്ത് നമ്മൾ അതിനൊരു ഓപ്പറേഷനലൈസ് ചെയ്യും. ഓപ്പറേഷനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ഹൈപ്പോത്തസിസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് അതിനെ ചുരുക്കി കൊണ്ടുവരും. അതിനുശേഷം നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡേറ്റ കളക്ട് ചെയ്യണേനാ പറയണം. അത് പലതരത്തിൽ ഒബ്സർവ് ചെയ്യാട്ടോ. നമ്മൾ ക്വസ്റ്റ്യനാർ കൊടുത്തിട്ട് ഇതൊന്ന് ഡേറ്റ കളക്ട് ചെയ്യാൻ എന്നില്ല, നേരിട്ടുള്ള ഡയറക്റ്റ് ഒബ്സർവേഷൻ ചെയ്യാം, എക്സ്പെരിമെൻറ്റേഷൻ ചെയ്യാം. അപ്പോൾ ആ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അപ്പം അത് വളരെ നാരോ ആയി. നമ്മൾ ഈ ലോകത്തെമ്പാടുമുള്ള എന്ന രീതിയിൽ തുടങ്ങി ചിലപ്പോൾ നമ്മൾ കേരളത്തിലെത്തി നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഡേറ്റേനെ അനലൈസ് ചെയ്തു. ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് കളക്ട് ചെയ്യുന്ന ഡേറ്റേനെ അനലൈസ് ചെയ്തു, കൺക്ലൂഷനിലെത്തുമ്പോൾ കുറച്ചും കൂടി അത് വൈഡായി. പിന്നെ നമ്മൾ ജനറലൈസ് ചെയ്യാണ്. വീണ്ടും നമ്മൾ ഫർദർ റിസർച്ച് ഇംപ്ലിക്കേഷൻസ് എന്നുള്ള രീതിയിൽ അതിനെ വീണ്ടും വൈഡാക്കുകയാണ്. ഇതാണ് ഒരു അവർ ഗ്ലാസ് നോഷൻ ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. It begins with a broad question and it ends with a wide generalization. അതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡും വൈഡാണ്, ബ്രോഡാണ് സ്കോപ്പ്. നടുക്കുള്ളത് നാരോ ആണ്. അപ്പോൾ എല്ലാ റിസർച്ചും
ഏകദേശം ഈ ഒരു അവർ ഗ്ലാസ്സിലൂടെ തന്നെയാണ് കാണുന്നത്. നമ്മളൊരു ഏരിയനെ കുറിച്ച് ചിന്തിച്ചു, ഏരിയയിൽ നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് ചിന്തിച്ചു, അതിന്നൊരു ബ്രോഡായിട്ടുള്ളൊരു ഏരിയയും ടോപ്പിക്കും കിട്ടി. വായിച്ച് നമ്മൾ നാരോ ഡൗൺ ചെയ്ത് നമ്മളത് ഓപ്പറേഷൻ വ്യൂ പോയിന്റിലേക്ക് അതിനെ കൊണ്ടുവന്നു. നമ്മളതിനെ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു. ആ ഒബ്സർവ് ചെയ്യാൻ പാകത്തിൽ നമ്മൾ കൊണ്ടുവന്നു ഡേറ്റ. അങ്ങനെ ഒബ്സർവ് ചെയ്ത് കിട്ടുന്ന ഡേറ്റേനെ നമ്മൾ അനലൈസ് ചെയ്തു. കൺക്ലൂഷനിലേക്ക് വെക്കുമ്പോൾ അത് കുറച്ചും കൂടി വൈഡായി. ആൻഡ് ഫൈനലി നമ്മൾ ജനറലൈസ് ചെയ്യുമ്പോൾ അത് വല്ലാതെ വൈഡായി. അപ്പം അങ്ങനെയാണ് അവർ ഗ്ലാസ് നോഷൻ ഓഫ് റിസർച്ച് അല്ലെങ്കിൽ അവർ ഗ്ലാസ് സ്ട്രക്ചർ ഓഫ് റിസർച്ച്. ഇതിപ്പോൾ എന്തിനാ അങ്ങനെ ഒരു സ്ട്രക്ചർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും സയൻസിലായാലും സോഷ്യൽ സയൻസിലായാലും വോട്ടെവർ റിസർച്ച് നടക്കുന്നത് ഒരു ജനറൽ